ഗൈസ്, ഒറ്റ മൈൻഡ് പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്രേസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ വീഡിയോയിൽ കാണിച്ചതിൻ്റെ ബാക്കിയാണ്. നമ്മൾ പറഞ്ഞ ആ ഒരു താഴോട്ടുള്ള റോഡിലോട്ട് ഇറങ്ങി പോവുകയാണ്. ഗൈസ്, ജീവിതത്തിൽ ഇതുവരെ കണ്ടില്ലാത്തൊരു സ്ഥലമാണ് കണ്ടത്. അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. നമ്മളാ കാണിച്ച താഴത്തെ ആ റോഡിലോട്ട് പോവുകയാണ്. എന്തുവെന്ന് അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇതാണ് താഴോട്ടുള്ള വഴി. നല്ല ഇറക്കമാണ്, ഫുള്ള് ഗ്രാവലാണ്. തിരിച്ച് കയറി വരുമെന്ന് എനിക്കൊരു സംശയവുമില്ല. ഞാൻ എന്തായാലും പോവുകയാണ് ഒരു ഒറ്റ മൈൻഡ്. ഇവിടുന്ന് ഇതാ ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂസ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ക്യാമറയിൽ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് ഒന്ന് നേരിട്ട് കാണേണ്ടുള്ളത് തന്നെയാണ്. എൻ്റെ വണ്ടിയൊക്കെ എന്തായാലും ഫുള്ള് പൊടിയായിട്ടുണ്ട്. നോക്കേ, അടിപൊളിയൊരു സ്ഥലമാണ്. ഈ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറ്റിയതല്ല. പക്ഷേ നമുക്ക് പോവാം. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ മണ്ടയിലാണ് ഗായ്സ് നിന്നത്. എൻ്റെ മണ്ടയിൽ നമ്മളിങ്ങനെ താഴെ ഇറങ്ങിയപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു ഹാൻഡ് പൈപ്പാണ്. ഓക്കെ, ഇത് പക്ഷേ ആദ്യമായിട്ട് കണ്ടുപിടിച്ച നമ്മളാണ്. ഇതിൻ്റെ ഇവിടുത്തെ ലിവർ കൊടുത്തിട്ടില്ല കണ്ടോ. ഞങ്ങൾ ആ റിവറിൻ്റെ ആ സൈഡിലോട്ട് നടക്കാൻ പോവുക. ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം വാർണിംഗ് ആണ്. കാരണം ഒരു തീപ്പൊരി വീണാലും ഈ പറഞ്ഞ ഇത്രയും കത്തും. അത് കണക്കത്തെ വാർണിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഫയറും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇവിടെ. നമ്മളിതാ മല ഇറങ്ങി ഒരു നദിയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. കാണിച്ചു തരമല്ല. ഞങ്ങൾ പൈൻ ലേക്ക് എന്ന് പറഞ്ഞവരടുത്ത് പോയിട്ട് നമുക്ക് അവിടെ ഒരു പബ്ലിക് ആക്സസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വിഷമത്തിലായിരുന്നു. പക്ഷേ നമ്മളിപ്പം വന്ന ആ സ്ഥലം കാണിച്ചു തരാം. ഇവിടെയൊക്കെ ചെളിയാണ്, ഇവിടെയൊക്കെ വെള്ളം വറ്റി തുടങ്ങി. പക്ഷേ എന്നാലും നോക്കേ, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ചെയ്ത് വന്നത്. പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മൾ പൈസ കൊടുത്താലും നമുക്ക് നേടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞാണ് യാത്ര. നമുക്ക് എത്ര പൈസയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് യാത്ര ചെയ്യാനൊരു മൈൻഡും കുറച്ച് എഫേർട്ടും കൂടിയൊക്കെ വേണം. ഞാൻ അങ്ങനെ ഒരു ട്രാവലറോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പാപ്പിച്ചേട്ടൻ്റെ അമ്മ തന്ന കുറച്ച് ചോറാണ്. ഞങ്ങൾ വേറെ ഒന്നും കരുതിയിരുന്നില്ല. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. നടന്നില്ല പിന്നെ വെറുതെ മണം പ്രലോഭിപ്പിക്കുകയും ചെയ്യണ്ടോ. അല്ല ഞാൻ എടുക്കാൻ പാടില്ലെന്നുണ്ട്. പക്ഷേ നേരാണല്ലോ, കാൽപാദമുണ്ട്. ഈ മാന മറ്റേ ഇതായി. നമ്മൾ പാപ്പിച്ചേട്ടൻ്റെ പാത പിന്തുടരുവാണ്. നമ്മളെ കാറിൻ്റെ അടുത്ത് എത്താമെന്നാണ് പ്ലാൻ. ഓ, ഈ പിടിയില്ല ഏത് വഴിയിലാണ് പോകുന്നതെന്ന്. ഇവിടെ ഫുള്ള് കാട് ഇതൊക്കെയാണ്. ഏത് വഴിയാ എങ്ങോട്ടാന്നൊന്നും ഒരു പിടിയില്ല. ജസ്റ്റ് പോകുന്നു. ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും പറഞ്ഞത് ഒരു മടി. എക്സ്പ്ലോർ വിത്ത് പാപ്പിച്ചേട്ടൻ. കരടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്ന്. കരടിയുള്ള ഏരിയ. പക്ഷെ എന്നാണേലും ഏത് ആള് കേറിക്കോ ഒറ്റ മൈൻഡ് കേറിക്കോ. ഓൾ വീൽ ഡ്രൈവ് കേറിക്കോ. വണ്ടി മാത്രമേ ഉള്ളൂ. കയ്യും കാലൊക്കെ വെച്ച് കേറിക്കോ. സൂക്ഷിച്ച്. സീനുള്ള വഴിയാണ് ഗൈസ്. കുത്തനെ ഉള്ളൊരു കയറ്റമാണ്. എന്തെന്ന് പറഞ്ഞാലും നമ്മൾ കയറുക. അവിടെ ആണല്ലോ നമ്മളെ കഴിവിരിക്കുന്ന. അമ്മ പറഞ്ഞു ഞാൻ കഴിവുള്ളൊരുത്തനാണ്. ഇവിടെ വഴിയെന്ന് പറയാനൊന്നുമില്ല ശരിക്കും പറഞ്ഞ. ജസ്റ്റ് ഒരു ഊഹം വെച്ച് കയറി പോവുക. ഓ, ഇത് ഏത് വഴി? ഇത് നമ്മൾ
0 ഗിയേഴ്സാണ്. സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഷൂസ് എങ്കിലും ഇടണം. ഇത് ഷൂസും ഇല്ല, ഒന്നുമില്ല. നമുക്ക് റേഞ്ച് എന്ന് പറയുന്ന സാധനമില്ല. കറക്റ്റ് ഫോറസ്റ്റിൻ്റെ ഒരു നടുക്ക് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ചുറ്റിനും ഒന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് ഭയങ്കര കാട് അങ്ങനെ ഉള്ളതൊന്നുമില്ല. കരടി ഈ പറഞ്ഞ സാധനങ്ങൾ വർഷങ്ങൾ മുമ്പ് ഇതുവഴിയൊക്കെ ഡൈനോസർ ഉണ്ടായിരുന്നെന്നാണ്. കാരണം ഈ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്, ഡൈനോസറിൻ്റെ മ്യൂസിയം ഉണ്ട്. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ. അവിടെ ഈ ഡൈനോസറിൻ്റെ ഈ എല്ല് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏതോ ഒരു സ്ഥലത്തൊക്കെ ഉണ്ട് ഡൈനോസറിൻ്റെ കാൽപ്പാടൊക്കെ ഉള്ളത്. നമുക്ക് എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല. ജന്താത്തിൻ്റെയൊക്കെ അപ്പിയ നമുക്കറിയില്ല. എന്നാലും ഇതേ കണക്കത്തൊക്കെ ഇപ്പോൾ കുറച്ച് പേടിയുണ്ട്. ഏത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വല്ല കരടി വല്ലതും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യത്തിൽ നല്ല തീരുമാനം വരും. നമ്മളുടെ ഈ ഒരു ഗിയറും ഇല്ല. സാധാരണ നമ്മളിങ്ങനെ ഹണ്ടിങ്ങിന് വരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു തോക്കെങ്കിലും വെക്കുന്നതാണ്. എടുത്തിട്ടുണ്ട്, പക്ഷെ മാറി മറ്റേ 360 ഇതാ ട്രൈപ്പോഡാണ് എടുത്തത്. ശക്തിമാൻ. അതായത് ഷൂ അധികം ചെളിയും പൊടി ആക്കണ്ട. തല പോയാലും ഷൂ കുഴഞ്ഞ് വിയർത്ത്. ഒക്കെ ഈ കാട്ടിൻ്റെ അകത്തു നിന്നാണ് ഇറങ്ങി വന്നത്. ഇപ്പം നമ്മൾ വന്ന ആ നദിയുടെ അടുത്തെത്തി. എന്നാലും സ്റ്റില്ല് കണ്ടോ, ഇവിടെ ഒന്നും ഒരു മനുഷ്യനും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ആകെ ഉള്ളത് ഇപ്പം ഞങ്ങൾ 3 പേരുമാണ് ഉള്ളത്. അപ്പോൾ ഗായ്സ്, എൻ്റെയും ജോലേട്ടൻ്റെയും വണ്ടിയുടെ അവസ്ഥയൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഊറായി വണ്ടി ഫുൾ അഴുക്കായിട്ടുണ്ട്. ജോലേട്ടാ നേരെ കോൻവാശിൽ പോയാലോ? അവിടെ എത്തിയിട്ട് നേരെ ഒന്ന് വെള്ളം വെച്ച് കഴുകിയിട്ട് അങ്ങ് പോവാം. ഞങ്ങളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇന്ന് രാവിലെ. ജോലേട്ടൻ വിളിച്ചു പോയി, പക്ഷേ ഒരുപാട് മെമ്മറീസ് കിട്ടി, ഒരുപാട് മെമ്മറീസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? സൂപ്പർ അല്ല, അടിപൊളി. ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണോ ചേട്ടൻ വരുന്നത്? ഇത് ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ ഇതിനെ കുറിച്ചൊരു ഹിന്റ് കിട്ടിയായിരുന്നു. ആ ഹിന്റിനെ ഫോളോ ചെയ്ത് വന്നു, ഇവിടെ എത്തി. പക്ഷെ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും സൂപ്പർ സ്ഥലം. സൂപ്പർ അല്ലേ ജോലേട്ടൻ എങ്ങനെ? എനിക്കും അതേ അഭിപ്രായം. ഇത്രയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. നന്നായിരുന്നു, ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റും. മല, പുഴ, പിന്നെ കുറച്ച് ഹൈക്കിങ്ങും എല്ലാം ചെയ്തില്ലേ? കുറച്ച് ഹിസ്റ്റോറിക്കൽ. അതെ. ഇന്നത്തെ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. അപ്പം നമ്മളെന്തായാലും ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഭയങ്കര പ്രൈവസി ഉള്ളൊരു ഏരിയ ആണ്. കപ്പിൾസിനൊക്കെ പക്ക. ഇത് നോക്കിയാൽ ഇവിടെയൊക്കെ ഫോൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ പല കളറിൽ കാണുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. റെഡ് കളർ കാണുന്നുണ്ട്, ആ ഗ്രീന്, യെല്ലോ. ആ ഗ്രീനെല്ലാം യെല്ലോ ആവും, പിന്നെ അത് ഡാർക്ക് റെഡ് ആവും, എന്നിട്ടത് പൊഴിഞ്ഞ് വീഴും. കാരണം വിൻ്റർ എടുക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ ബൈ. സിയ. അപ്പോൾ ഗൈസ്, എൻ്റെ വണ്ടിയുടെ മിനിക്ക് കൊണ്ടു കാണുന്ന വണ്ടിയായിരുന്നു. മൊത്തവും പൊടി കയറുക. ഇവിടത്തേക്ക് പൊടി കണ്ട, അതാ ഇവിടെ ഇപ്പോൾ തുടച്ചതാ. ഇവിടെ ഇത്രയും പൊടിയുണ്ട്. ഇത്